ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ട ശേഷം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പില്ലർ ഹട്ടിലാണ്. പില്ലർ ഹട്ടിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് ഈ ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മഡ് ഹൗസ്, ആ രീതിയിലാണ് അവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ പഴയ ടൈപ്പ് ചെയറൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ താഴെ നോക്കുവാണെങ്കിൽ നല്ലൊരു കോഫി പ്ലാന്റേഷനും ഫ്രണ്ടിലത്തെ ആ ഒരു പാടിയുടെ വ്യൂ ഒക്കെ നമുക്കിവിടെ നന്നായിട്ട് കിട്ടും. അതിന് പുറമെ എപ്പോഴും നല്ല തണുത്ത കാറ്റും പിന്നെ ചുറ്റും മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല തണൽ കിട്ടുന്നൊരു സ്ഥലത്താണ് ഈ ഒരു മഡ് ഹൗസ് നിൽക്കുന്നത്. റൂമിലേക്ക് വരുമ്പോൾ ചുറ്റും നോക്കുവാണെങ്കിൽ ശരിക്കും ഒരു മൺകുടിലിനുള്ളിൽ കയറിയാൽ എങ്ങനെയാണോ അതേ ഫീലിങ്സ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ആവശ്യത്തിന് സ്പേസ് ഉള്ളൊരു റൂമാണ്. നോർമലി നമ്മൾ ബെഡും കോട്ടൊക്കെ കാണാറുണ്ട്. ഇവിടെ ഫ്ലോറിലാണ് അവർ ബെഡ് ഇട്ടിട്ടുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂമിൽ AC-യോ ഫാനോ വരുന്നില്ല. ഫാനിന് പകരം അവർ കൂളറാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലൊരു ചെറിയൊരു മിനി ടേബിളും കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോയിൻ്റൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. അതുപോലെ തന്നെ റൂമിലായിട്ട് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഷെൽഫും അതിനോട് ചേർന്ന് മിററും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ വാഷ് ബേസും മിററൊക്കെ വേറെയും കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ എല്ലാവിധ ഫെസിലിറ്റീസും കൊടുത്തിരിക്കുന്നത് കാണാം. വാട്ടർ ഹീറ്ററും അതേപോലെ തന്നെ എല്ലാം വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റ് ബിന്നും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇത്രയും ഫെസിലിറ്റീസാണ് അവർ ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ റൂമിൽ 2 ലൈറ്റുകളാണ് പുറത്ത് വരുന്നത്. കൂടുതലായിട്ടുള്ള ഒരു ഡെക്കറേഷനോ കാര്യങ്ങളൊന്നും ഈ റൂമിൽ കൊടുത്തിട്ടില്ല. കംപ്ലീറ്റ് ആ ഒരു മഡ് ഉള്ളിലുള്ള സ്റ്റേ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു മഡ് ഹൗസിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്യാം. ഇവിടെ കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കപ്പിൾസിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞങ്ങൾക്ക് അയച്ചിരിക്കുക. ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി വരുന്നത് 2 ബെഡ്റൂം കോട്ടേജും അതേപോലെ തന്നെ സിംഗിൾ കോട്ടേജുമാണ്. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം.